ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയ വിശ്വാസം പുലർത്തുന്നവരായാലും മനുഷ്യൻ എവിടെ വേദനിപ്പിക്കപ്പെടുന്നുവോ ആ വേദനയിൽ പങ്കുചേരുക എന്നത് അവന്റെ മാനവികമായ ഒരു ധർമ്മമാണ്. അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫലസ്തീനിലെ രാഷ്ട്രീയത്തെക്കാൾ നമ്മെ വേദനിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത് അവിടെ നിന്ന് അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളാണ്. പണ്ടൊക്കെ ഇത്തരം യുദ്ധം നടക്കുമ്പോൾ അതിന്റെ ഭീകരത കുറെ കാലം കഴിഞ്ഞ് പുസ്തകങ്ങൾ ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ നേരവും ടെലിവിഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അത് വളരെയേറെ അസ്വാസ്ഥ്യമുളവാക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ കണ്ട ഒരു പിഞ്ചു കുഞ്ഞിന്റെ ബോംബിങ്ങിൽ തകർന്ന നാശാവശിഷ്ടങ്ങൾക്കിടയിൽ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ മൃതദേഹം, അതുപോലെ നിരവധി മനുഷ്യത്വമുള്ള ഹൃദയമുള്ള ആരെയും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ, ആ അമ്മമാർ, ആ മനുഷ്യർ, അവർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ല. 1948 മുതൽ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളും സംഭവ വികാസങ്ങളും അവയ്ക്ക് പല വശങ്ങളും മാനങ്ങളുമുണ്ട്. ന്യായീകരണങ്ങളുണ്ടാവാം, നീതീകരണമുണ്ടാവാം. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് നിർഭാഗ്യത്തിന്റെ സന്തതികളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുണ്ട്. അതാണ് ഫലസ്തീൻ ജനത എന്ന് നമ്മൾ പറയുന്നത്. അവർ ഏറെക്കാലം രാജ്യമില്ലാതെ ജീവിച്ചു. രാജ്യമില്ലാതെ പോയത് അവരുടെ രാജ്യം ഏതെങ്കിലും സുനാമിയിലോ മറ്റോ പെട്ട് അപ്രത്യക്ഷമായതുകൊണ്ടല്ല, മറിച്ച് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം അവിടെ സ്ഥാപിതമായപ്പോൾ സയണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം 1948 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മറ്റ് പല രാജ്യങ്ങളുടെയും ആഭിമുഖ്യത്തിലും ഒത്താശയിലും അവിടെ സ്ഥാപിതമായപ്പോൾ ഫലസ്തീൻകാർക്ക് അവരുടെ രാജ്യം, അവരുടെ മണ്ണ് വിട്ടൊഴിയേണ്ടി വന്നു. അത് എന്ത് നീതി എന്ന് ചോദിച്ചാൽ അതിലൊരു നീതിയുമില്ല. പക്ഷെ അതാണ് അന്ന് സംഭവിച്ചത്. അപ്രകാരം ജൂതന്മാർക്ക് ചരിത്രപരമായ കാരണങ്ങളാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന ഒരു ജനതയ്ക്ക് അവരെ അവിടെ ഒത്തുകൂടുന്നതിന്, സമ്മേളിപ്പിക്കുന്നതിന്, ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ഒരു പരിശ്രമം നടന്നു. അതിലവർ വിജയിച്ചു. അപ്പോൾ ഫലസ്തീൻ ഉൾപ്പെടെ അറബ് രാഷ്ട്രങ്ങൾക്ക് മധ്യേ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുക എന്നത് അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യമായിരുന്നു. സയണിസം എന്ന് പറയുന്നത് തന്നെ സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു മുഖമാണ്. സയണിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദർശനത്തിന്റെ പേരിലാണ് ജൂതന്മാർ സ്വന്തം രാഷ്ട്രം, നഷ്ടപ്പെട്ടുപോയ സ്വന്തം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് പരിശ്രമിച്ചത്. പക്ഷേ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷെ അന്ന് രാഷ്ട്രം സ്ഥാപിതമായത് മുതൽ ആ സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ, ജൂതരാഷ്ട്രത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അയൽപക്കത്തുള്ള അറബ് രാജ്യങ്ങളെ, മുസ്ലിം ജനതയെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1948 തന്നെ ഒരു യുദ്ധം നടന്നു. വളരെ പ്രസിദ്ധമായ മറ്റൊരു യുദ്ധം 60കളിലും 70കളിലും ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് അവിടെ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമുണ്ടായി. യാസർ അറഫാത്തുമായുള്ള സന്ധി സംഭാഷണങ്ങൾ, സമാധാനത്തിലേക്കുള്ള ഒരു വരവ്, ജൂതരാഷ്ട്ര തലവനും യാസർ അറഫാത്തും ചേർന്ന് നൊബേൽ സമാധാന സമ്മാനം പങ്കുവച്ചത്, അങ്ങനെ നിരവധി നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഫലസ്തീൻ ജനത, അവരുടെ ചരിത്രവും പാരമ്പര്യവും ഒന്നും അത്ര ചെറുതല്ല. ഞാനും നിങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഫലസ്തീൻകാർ, ഫലസ്തീൻ ജനത, അവർക്ക് അവരുടെ മണ്ണിൽ ഇത് ഞങ്ങളുടെ മണ്ണ് എന്ന്
അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം. അതിപ്പോൾ 60 വർഷമായി ആ സ്ഥിതി അവിടെ നിലനിൽക്കുന്നു. ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാളികളെ, അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ ഭീകരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ആരാണ് ഭീകരൻ എന്ന് ചോദിച്ചാൽ, അമേരിക്ക ആരെയാണോ ഭീകരൻ എന്ന് വിളിക്കുന്നത് അവർ ഭീകരരാണ്. അതുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ യാസർ അറഫാത്തായിരുന്നു. ഇന്നിപ്പോൾ ഒസാമ ബിൻ ലാദൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അക്കാലത്ത് യാസർ അറഫാത്തിന്റെ പേരും പടങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. തീർച്ചയായും അവർ നിർദ്ദയം കഠിനമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫലസ്തീനിൽ പല സ്വാതന്ത്ര്യ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം റാഞ്ചിക്കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള പല കൃത്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ അവർക്ക് അതല്ലാതെ മറ്റൊരു മാർഗം അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ അന്താരാഷ്ട്ര ഭീകരന്മാർ എന്നൊക്കെ ഒരു കാലത്ത് വിളിച്ചിരുന്നവർ തന്നെ, അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് യാസർ അറഫാത്തിനെ സംഭാഷണത്തിന്റെ മേശയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സന്ധി സംഭാഷണങ്ങളും സമാധാന ചർച്ചകളും നടത്തി ഒടുവിൽ യാസർ അറഫാത്തിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ബഹുമാനിച്ചത്. അന്നും ആ സമ്മാനം സ്വീകരിക്കാനെത്തിയപ്പോൾ അറഫാത്ത് പറഞ്ഞു, ഞാൻ തോക്ക് താഴെ വെച്ചിട്ടില്ല. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒലീവ് ശാഖയുമായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ പരിമിതമായ അധികാരത്തോടെയാണെങ്കിലും ഫലസ്തീൻ എന്ന രാജ്യമുണ്ടായി. പൂർണ്ണമായ അളവിൽ അതൊരു രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. പക്ഷെ രാജ്യമാണ്. അവർക്ക് ഫലസ്തീൻകാർക്ക് അവിടെ ലഭിച്ച ഭരണാധികാരം അതും പരിമിതമായിരുന്നു. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പരമാധികാരം ഉണ്ടാവണം, സോവറിനിറ്റി ഉണ്ടാവണം. അത് പൂർണ്ണമായ തോതിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഏറെക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമുണ്ട്. നിരാശരായ കുറെ കുട്ടികൾ, അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അവർക്ക് അവരുടേതായ മണ്ണില്ല, അവരുടെ രാജ്യമില്ല. അവർക്ക് ആകെയുള്ളത് അവരുടെ ഇന്നലകൾ, അവരുടെ ഭൂതകാലം, അവരുടെ പാരമ്പര്യം മാത്രമാണ്. ആ പാരമ്പര്യത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നോക്കുന്നത്, അവർക്ക് വർത്തമാനമില്ല, അവർക്ക് ഭാവിയില്ല. ഈ അവസ്ഥയിൽ സ്വാഭാവികമായും അമർഷം ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. ആ അമർഷത്തെ അടിച്ചമർത്തുന്നതിനുള്ള ഇസ്രായേലിന്റെ ബോധപൂർവമായ നടപടികളാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ അത് വല്ലപ്പോഴുമൊക്കെയുള്ള ഒരു ആക്രമണം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തികഞ്ഞ അല്ലെങ്കിൽ ഏകപക്ഷീയമായ യുദ്ധം തന്നെയാണ്, ആക്രമണം തന്നെയാണ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം, ലോകത്തിലെ എല്ലാ ആയുധ വ്യാപാരവും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിൽ ജൂതന്മാർക്ക് വലിയ പങ്കുണ്ട്. അമേരിക്കയിലുള്ള എല്ലാ ആയുധത്തിന്റെയും യുദ്ധസാമഗ്രികളുടെയും ഒരു ഉൽപാദന കേന്ദ്രം. അമേരിക്കയുടെ പൂർണ്ണമായ സഹകരണത്തോടെ, സഹായത്തോടെ എല്ലാ ആധുനിക യുദ്ധസാമഗ്രികളും സ്വന്തം ശേഖരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഇസ്രായേൽ ഇടയ്ക്കിടെ അതൊന്ന് പരീക്ഷിച്ചു നോക്കുന്ന ലാഘവത്തോടെ, ഒരു കളിതമാശ പോലെ അവർ ഇപ്പോൾ ചെയ്യുന്നത് ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ തകർക്കുക. ഹമാസ് ആണ് ഇന്ന് ലോകത്തിലെ ഭീകരതയുടെ, ആഗോള ഭീകരതയുടെ പര്യായമായി അമേരിക്കയും ഇസ്രായേലും കാണുന്നത്. ആണോ അല്ലയോ എന്നുള്ളതിൽ ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മെ സംബന്ധിച്ച് നമ്മെ അലട്ടുന്ന പ്രശ്നം, ലോകത്തെവിടെയും മനുഷ്യത്വമുള്ള ആരെയും അലട്ടുന്ന പ്രശ്നം, ഗാസയിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുന്ന അമ്മമാർ, സ്വന്തം കുടുംബത്തിന് തകർച്ച കണ്ട് വേദനിക്കുന്ന പിതാക്കന്മാർ, ഒരു ജനതയുടെ ദുഃഖം. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരുന്ന് ശാന്തമായി പ്രസംഗിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു,
പക്ഷേ ഇന്ന് ഗാസയിലാണെങ്കിലോ എപ്പോഴാണ് ഇവിടെ ആകാശത്ത് നിന്ന് ബോംബ് വീഴുക, എപ്പോഴാണ് ഷെൽ വർഷമുണ്ടാവുക എന്ന് അറിയാതെ അനിശ്ചിതത്വം. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കാണുന്നത് ഗാസയിലേക്കുള്ള എല്ലാ പ്രവേശന മാർഗങ്ങളും അടച്ചുകൊണ്ട്, ഉപരോധിച്ചുകൊണ്ട്, അവിടെ ആ ജനതയ്ക്ക് ആവശ്യമായ മരുന്ന്, അവർക്കാവശ്യമായ ഭക്ഷണം, നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും നൽകാതെ, ഇതാണ് സമ്പൂർണമായ യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം ഒരു നടപടി അവിടെ ഉണ്ടാകുമ്പോൾ ആരാണ് അതിനെ എതിർക്കാനുള്ളത്? ഐക്യരാഷ്ട്ര സംഘടന എന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പലവട്ടം തെളിഞ്ഞു കഴിഞ്ഞതാണ്. 1948 ഇസ്രായേൽ എന്ന ജൂത രാജ്യത്തിന്റെ പിറവി തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്. പക്ഷെ ആ രാഷ്ട്രത്തെ നിലക്ക് നിർത്താൻ ആ സംഘടനയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയും നിസ്സഹായത അനുഭവിക്കുന്ന ജനങ്ങളെയും രാജ്യങ്ങളെയും സംരക്ഷിക്കുക എന്ന ചുമതല നിറവേറ്റാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തി, ഇറാഖിൽ ആക്രമണം നടത്തി, ഇറാഖിന്റെ രാഷ്ട്രത്തലവനെ സദ്ദാം ഹുസൈനെ പിടികൂടി വധിച്ചു, തൂക്കിലേറ്റി. ഒരു ഘട്ടത്തിലും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇടപെടുന്നതിനോ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഗാസയിലെ ഈ ദൃശ്യങ്ങൾ ഐക്യരാഷ്ട്ര മനസാക്ഷിയെ വേദനിപ്പിക്കുന്നില്ല. മറിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇസ്രയേലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്ന രാജ്യങ്ങൾ, അവരാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത്. ഈ അത്യാചാരത്തെ, കടന്നാക്രമണത്തെ, കയ്യേറ്റത്തെ, വംശീയ നിഗ്രഹത്തെ അവർ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. അമേരിക്ക ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, കാരണം അതാണ് അവരുടെ പ്രഖ്യാപിതമായ നയം. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ക്രിസ്മസിന് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അന്തരിച്ച സാമുവൽ ഹണ്ടിങ്ടൺ എന്ന ഒരു അമേരിക്കൻ ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്നാണ്. നാഗരികതകളുടെ ഏറ്റുമുട്ടൽ എന്നൊക്കെ പറയുമ്പോൾ ആര് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്ന് വ്യക്തമാണ്. ലോക ജനതയെ ഇസ്ലാം എന്നും അനിസ്ലാമികം എന്നും രണ്ടായി തിരിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹണ്ടിങ്ടൺ എഴുതിയാലും ആരെഴുതിയാലും അതിനെന്ത് വ്യാഖ്യാനം നൽകിയാലും അമേരിക്ക ഇന്ന് അനുവർത്തിക്കുന്ന നയം അതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പുസ്തകം ഇല്ലായിരുന്നുവെങ്കിലും അവരിത് ചെയ്യുമായിരുന്നു. അത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇപ്പോൾ ഫലസ്തീനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം അതിനൊരു ന്യായീകരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വിശാലമായ വിപുലമായ സാമ്രാജ്യത്വ നീക്കത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസമാണ് ഫലസ്തീനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസ ഇന്ന് ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഗാസ എന്നത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. സാംസൺ എന്ന ഒരു അതിമാനുഷ്യന്റെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തടവുകാരനായി പിടികൂടി ഇതിനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അന്ധനാക്കുന്നത് ഗാസയിലാണ്. അപ്പോൾ മിൽട്ടൺ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്, ഐലസ് ഇൻ ഗാസ എന്നാണ് സാംസണെ കുറിച്ച്. കണ്ണില്ലാതെ, കാഴ്ചയില്ലാതെ ഗാസയിൽ എന്നാണ്. ഇന്നിപ്പോൾ അത് ഒരു സത്യമായിരിക്കുകയാണ്. കണ്ണില്ലാത്ത ക്രൂരത എന്ന് പറഞ്ഞാൽ പോരാ, മനസാക്ഷിയില്ലാത്ത നൃശംസതയാണ് ഇന്ന് ഗാസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജനത എന്ത് പിഴച്ചു എന്ന് നമുക്കറിയില്ല. അവരെ സഹായിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയില്ല, അമേരിക്കയില്ല, ബ്രിട്ടനില്ല, അറബ് രാഷ്ട്രങ്ങൾ പോലും ഫലപ്രദമായി രംഗത്ത് വന്നതായി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണത്. അതൊക്കെ ഈ ആഗോള രാഷ്ട്രീയ ചതുരംഗ പലകയിൽ കരുക്കൾ നീങ്ങുന്നത് എങ്ങനെ എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്.
പക്ഷെ നമ്മെ വേദനിപ്പിക്കുന്നു, നമ്മളിപ്പോൾ ഈ സായാഹ്നത്തിൽ ഇവിടെ സമ്മേളിച്ച് ആ ജനതയുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ഒരു സംഗമം എന്നാണ് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ കാണുമ്പോൾ അത് തീർച്ചയായും സംഗമം തന്നെയാണ്. മതപരമായ വിശ്വാസത്തിന്റെ വ്യത്യാസം മാത്രമല്ല, രാഷ്ട്രീയ നിലപാടുകളുടെ വ്യത്യാസവുമുണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ ഒത്തുകൂടി ഈ ഐക്യദാർഢ്യ സംഗമം നടത്തുന്നത് അവിടെ നൊമ്പരപ്പെടുന്ന, വിലപിക്കുന്ന ഫലസ്തീൻ ജനതയെ ഓർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉത്കണ്ഠ, നാം ജീവിക്കുന്ന രാജ്യം, നമ്മുടെ രാജ്യം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. അറബ് ജനതയോട് പൊതുവെയും ഫലസ്തീൻ ജനതയോട് പ്രത്യേകിച്ചും എക്കാലത്തും സ്നേഹം കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ നയം അങ്ങനെയായിരുന്നു. ആ സ്നേഹം, ആ സഹകരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറെ കാലമായി അതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം അമേരിക്കയുമായി വലിയ സൗഹൃദം കാണിക്കുന്ന ആളാണ്. ഇന്ത്യയിൽ അദ്ദേഹം റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കയിൽ പോയി. അദ്ദേഹത്തിന്റെ മകളൊക്കെ ഇപ്പോഴും അമേരിക്കയിലാണ്. അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ബന്ധങ്ങളുണ്ട്, അതൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ അമേരിക്കയുമായി നാമെല്ലാം, അല്ലെങ്കിൽ നമ്മിൽ പലരും അതിനിശിതമായി എതിർത്ത ഒരു കരാറുണ്ടാക്കിയത്, ആണവ കരാർ. ആ കരാർ ചർച്ചാവേളയിൽ അദ്ദേഹവും പ്രസിഡന്റ് ജോർജ് ബുഷും തമ്മിലുള്ള അടുപ്പം നമ്മളിത് പലവട്ടം കണ്ടതാണ്. ജോർജ് ബുഷ് ഇന്ന് അമേരിക്കയിൽ, അദ്ദേഹത്തിന് ഇനി ഏതാനും ദിവസം കൂടിയേ ഉള്ളൂ വൈറ്റ് ഹൌസിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന്. പക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പ്രസിഡന്റായിട്ടാണ് ജോർജ് ബുഷ് വൈറ്റ് ഹൌസിൽ നിന്ന് യാത്ര പറയുന്നത്. അമേരിക്കയിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആ പ്രസിഡന്റ് ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. മൻമോഹൻ സിംഗ് പരസ്യമായി തന്നെ പറഞ്ഞു, ജോർജ് ബുഷ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് ബുഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ത്യ ആണെങ്കിൽ, മൻമോഹൻ സിംഗ് ആണെങ്കിൽ, അവർക്ക് അസുഖകരമായ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഏതായാലും ചെന്നൈയിൽ അവിടെ ഈ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു. മൻമോഹൻ സിംഗ് ഏതാണ്ടൊക്കെ ഒരു കടുത്ത ഭാഷയിൽ ഫലസ്തീനിലെ ഇസ്രയേലി ആക്രമണത്തെ അപലപിച്ചു എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായും ശരിയല്ല. ഫലസ്തീനിയൻ പ്രശ്നത്തിൽ എല്ലാവരും ഒക്കെ ഇടപെട്ട് പ്രശ്നം തീർക്കണം എന്ന രീതിയിൽ അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം ശക്തമായ വാക്കുകൾ മാത്രം അല്ല നമുക്ക് ആവശ്യം. ഫലസ്തീനിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മര്യാദകളുടെയും ലംഘനമാണ്. നിഷ്ഠൂരമായ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ അപലപിക്കുക, പ്രതിഷേധിക്കുക, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അത് നമ്മുടെയൊക്കെ ജോലിയാണ്. നമുക്ക് വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് സഹതപിക്കാം, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന്, ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല, നല്ല വാക്കുകളല്ല. നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല ഉറപ്പുള്ള നടപടികളാണ്. ഇസ്രയേലിനോട് ഔദ്യോഗികമായി ഇന്ത്യ പ്രതിഷേധം അറിയിക്കണം. ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണം. അത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ നടപടികൾ ഉണ്ടാവണം. അതിന് ഭാഗമായി നയതന്ത്ര ബന്ധം വരെ വേണ്ടിവന്നാൽ വിച്ഛേദിക്കണം. പക്ഷെ ഇതൊന്നും നടക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്നത്തെ ലോകത്തിൽ നാം കാണുന്നതിനപ്പുറം പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരത എന്നൊരു പദം ഇറങ്ങിയിട്ടുണ്ട്. ഭീകരതയെ അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. ഭീകരത വലിയ വിപത്താണ്, ആപത്താണ്. അതിനെ അതിശക്തമായി തന്നെ നേരിടണം. പക്ഷെ അതിന്റെ പേരിൽ എല്ലാം ന്യായീകരിക്കപ്പെടുന്നത് ശരിയല്ല.
മുംബൈയിൽ ഭീകര ആക്രമണം ഉണ്ടായി. 60 മണിക്കൂർ നീണ്ടുനിന്ന ഒരു രക്ഷാപ്രവർത്തനമുണ്ടായി. ആ 60 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുമായി ഇന്ത്യ ആയുധ കച്ചവടം ആരംഭിച്ചു. നമ്മൾ ആദ്യം വാങ്ങിയത് കുറെ ഹെലികോപ്റ്ററുകളാണ്. നമ്മളൊക്കെ ടിവിയിൽ കണ്ടല്ലോ, ആ നരിമാൻ ഹൗസിലിന്റെ മുകളിൽ വന്നു നിന്ന് ഹെലികോപ്റ്ററിലൂടെ രക്ഷാപ്രവർത്തകർ ചരടിൽ ഊർന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ പറഞ്ഞു, ഇതാ ഹെലികോപ്റ്റർ, ഇതാണ്, അത് അമേരിക്കൻ ഹെലികോപ്റ്ററാണ്. നമ്മൾ അത് കുറെ എണ്ണം വാങ്ങാൻ അന്ന് ഓർഡർ കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ഇതിന്റെ കണക്ക് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, വൻ തോതിൽ എന്ന് മാത്രം ഞാൻ പറയുന്നു, ആയുധങ്ങൾ വാങ്ങാനുള്ള കരാർ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഭീകരത ഉണ്ടാവേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. ഭീകരതയുടെ പേരിൽ എന്തും ന്യായീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയാണ്. പാർലമെന്റിൽ ഈ കഴിഞ്ഞ മാസം നടന്ന സമ്മേളനത്തിൽ ഞങ്ങൾ ചില ബില്ലുകൾ പാസാക്കുകയുണ്ടായി. ഒന്ന്, ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതിൽ തെറ്റില്ല, ഏജൻസി ഉണ്ടാവട്ടെ. പക്ഷെ അതോടൊപ്പം ചില നിയമങ്ങളിൽ മാറ്റങ്ങളും വരുത്തി. ഭീകരത തടയുന്നതിനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ചില മാറ്റം വരുത്തി. ഈ മാറ്റം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും BJP, അഡ്വാനി ആ ഭേദഗതിയൊക്കെ സഹർഷം സ്വാഗതം ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മളൊന്നുകൂടി വായിച്ചു നോക്കുമല്ലോ. അപ്പോൾ BJP ആവശ്യപ്പെട്ടതുപോലെ പോട്ട വേറൊരു ലേബൽ ഒട്ടിച്ച് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അവിടെ പറയാനുള്ള സമയവും സന്ദർഭവും കിട്ടാത്ത രീതിയിൽ പാർലമെന്റിൽ ബഹളം, തിരക്ക്, 14 മിനിറ്റ് കൊണ്ട് 8 ബില്ല് പാസാക്കി, ലോക റെക്കോർഡ് സൃഷ്ടിക്കൽ, ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ അവിടെ ആർക്കും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യൻ പൗരന്മാരുടെ, ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടക്കുമ്പോഴും അതിനെ നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അനുകൂലിക്കാൻ നിർബന്ധിതമാകുന്ന രീതിയിൽ ഭീകരത എന്ന ഒരു ഭീകരമായ അവസ്ഥ നമ്മുടെ രാജ്യത്ത് നാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കടൽ കടന്ന് 10 പേർ തോക്കുമായി വന്നാൽ അവർക്കെന്തും ചെയ്യാം. പക്ഷെ ആ 10 തോക്കുധാരികളുടെ മുന്നിൽ പതറിപ്പോകുന്നതല്ല ഇന്ത്യയുടെ ധൈര്യം. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. 10 പേർ വന്നാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തത്. അത് കണ്ടെത്തുന്നതിന്, നേരത്തെ കാണുന്നതിന്, കണ്ടുപിടിക്കുന്നതിന്, തടയുന്നതിന്, പരിഹാരമുണ്ടാക്കുന്നതിന് കഴിയാതെ പോയവർ ആണ് ഭീകരതയുടെ പേരിൽ എല്ലാ നടപടികളെയും ന്യായീകരിക്കുന്നത്. ആ ന്യായീകരണത്തിന്റെ ഭാഗമായി അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നു, അമേരിക്കയുടെ അജണ്ട നമ്മൾ സ്വീകരിക്കുന്നു, അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്നു. അത് മാത്രമല്ല, ഇസ്രയേലിനെ കൂടി നമ്മളൊന്ന് അടുപ്പിച്ചാലോ എന്ന നിർദ്ദേശം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കമാൻഡോ ഓപ്പറേഷൻ, അറബികളെ ആക്രമിക്കുക, കൊന്നൊടുക്കുക, ആ കാര്യങ്ങളിലൊക്കെ വളരെയേറെ വൈദഗ്ധ്യമുള്ള രാജ്യമാണ് ഇസ്രയേൽ. അതുകൊണ്ട് ഈ ഭീകരതയെ നേരിടുന്ന കൂട്ടത്തിൽ ഇസ്രയേലിനെ കൂടി കൂട്ടുപിടിച്ചാലോ എന്ന നിർദ്ദേശം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇസ്രയേലിൽ ഒരു വളരെ കുപ്രസിദ്ധമായ ഒരു ഏജൻസി ഉണ്ട്, മൊസാദ് എന്നാണ് പേര്. നമ്മൾ അമേരിക്കയിലെ CIA എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നമ്മൾ കേൾക്കാറില്ലേ ISI പറയുന്ന പോലെ ഇസ്രയേലിന് മൊസാദ് എന്ന ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ, ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ നീക്കങ്ങൾ, അത് മൊസാദിനെ ഏൽപ്പിച്ചാലോ എന്നും ആലോചനയുണ്ട്. ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ രീതിയിൽ എവിടെയെങ്കിലും ഒരു തോക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ ബോംബ് പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ ഷെൽ പൊട്ടുമ്പോൾ അത് ഭീകരതയാണ് എന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ആ പുകപടലത്തിന് പിന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിരോധ മന്ത്രി, ഞങ്ങൾ ഡൽഹിയിൽ പറയുമ്പോൾ രക്ഷാമന്ത്രി എന്ന് പറയും, അദ്ദേഹമാണ് ഇന്ത്യയെ രക്ഷിക്കേണ്ടയാൾ. ഇന്ത്യൻ നേവി അദ്ദേഹത്തിന്റെ കീഴിലാണ്. കോസ്റ്റ് ഗാർഡ്, തീരദേശ സേന അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഈ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അതിനപ്പുറത്ത് മറൈൻ പോലീസും ഒക്കെ കാവൽ നിൽക്കുന്ന
കടലിലൂടെയാണ് മുംബൈയിൽ 10 പേർ AK-47 തോക്കും ഗ്രനേഡും ഒക്കെയായിട്ട് വന്നത്. അപ്പോൾ രക്ഷാമന്ത്രി എവിടെ പോയി നമുക്കറിയില്ല. പക്ഷേ ഈ രക്ഷാമന്ത്രി അഴിമതി കാണിക്കാത്തയാളാണ്, സത്യസന്ധനാണ് എന്ന ഒരു ഖ്യാതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഡൽഹിയിൽ എല്ലാ ആയുധ കച്ചവടവും നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തടവിൽ ആണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആരെ ശത്രുവായി കാണണം, നമ്മുടെ അജണ്ട എന്താണ്, അതൊക്കെ നിശ്ചയിക്കേണ്ടത് അവരാണ്. അമേരിക്കയെ പോലും ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന ഇസ്രായേലാണ്. ജൂതന്മാർക്കുള്ള സാമർഥ്യമൊക്കെ നമുക്കറിയാം. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ പത്രം ന്യൂയോർക്ക് ടൈംസ്, അത് ജൂതന്മാരുടേതാണ്. വലിയ വലിയ ബാങ്കുകൾ ജൂതന്മാരുടേതാണ്. അപ്പൊ അങ്ങനെ അമേരിക്കയെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായി, സമൂഹമായി മാറിയിരിക്കുന്ന ഇസ്രായേലിലെ ജൂത സമൂഹം ഫലസ്തീന്റെ ഭാഗമായ ഗാസയിലെ ഫലസ്തീനികൾക്കും മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥയിലാണ് നമ്മെ ഭരിക്കുന്ന നമ്മുടെ മൻമോഹൻ സിംഗും നമ്മുടെ പ്രണബ് മുഖർജിയും നമ്മുടെ AK ആന്റണിയും ഒക്കെ എത്തി നിൽക്കുന്നത്. ഞാൻ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയം പറയുന്നില്ല. ആരെങ്കിലും ഇന്ത്യയിൽ ഗാസയിൽ നടക്കുന്ന ജൂത ആക്രമണത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർ ഉണ്ടായേക്കാം. പക്ഷെ പരസ്യമായി പറയാൻ സാധ്യത കുറവാണ്. നമ്മുടെ മുസ്ലിം ലീഗ് പോലും പാണക്കാട് ഒക്കെ വലിയ അമർഷം, അസംതൃപ്തി, ദുഃഖം ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അവരുടേതായ കാരണങ്ങളാൽ കേന്ദ്ര മന്ത്രിസഭയിൽ അവർക്ക് അംഗത്വമുണ്ട്. വിദേശകാര്യ വകുപ്പിൽ തന്നെയാണ് അവരുടെ അംഗം മന്ത്രിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം അവസാനിപ്പിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ അത് അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ. പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ നയം അത് വളരെ പ്രസിദ്ധമായ നയമായിരുന്നു. ചേരിചേരായ്മയ്ക്കൊപ്പം നാം വികസിപ്പിച്ചെടുത്ത ഒരു നയമാണ്. ആ നയം എക്കാലത്തും അറബ് ജനതയ്ക്ക് അനുകൂലമായിരുന്നു. ഇസ്രായേലുമായി നമുക്ക് എത്രയോ കാലമായി നയതന്ത്ര ബന്ധം പോലുമില്ല. കാരണം അന്താരാഷ്ട്ര ചട്ടമ്പികൾ ആണ് അവർ. അവർക്കൊരു മര്യാദയുമില്ല, അവർക്കൊരു നിയമവുമില്ല. കവലച്ചട്ടമ്പികളെപ്പോലെ ആരുമായും മെക്കിട്ട് കയറാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടരാണ് ഇസ്രായേലിലെ ഈ ജൂതന്മാർ. ഞാൻ അവരുടെ സാമർത്ഥ്യത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ നടപടി, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം അതാണ്. അങ്ങനെയുള്ളവരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അവിടെ നമ്മൾ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരായി മാറിയിരിക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരാകുമ്പോഴുള്ള അപകടം, ഒടുവിൽ അവർ നമ്മെ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു മറുവശം. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ നമുക്കെന്തോ ഭീഷണിയുണ്ട് എന്നാണ് ഒരു വർത്തമാനം. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അത് അറിയാവുന്നത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് നിരന്തരം തെളിവ് അങ്ങോട്ട് അയക്കുന്നു. ആ തെളിവൊന്നും സ്വീകാര്യമല്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ വാദിയും പ്രതിയും പരസ്പരം തെളിവ് കൈമാറ്റം ചെയ്താൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഇനി അന്താരാഷ്ട്ര സമൂഹത്തിന് തെളിവ് കൈമാറാം എന്ന് വെച്ചാലോ, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഐക്യരാഷ്ട്ര സംഘടനയൊക്കെയാണ്. അത് ഒരു നിൽക്കട്ടെ. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനം, സാധാരണ ശാന്തമായി സംസാരിക്കുന്ന മൻമോഹൻ സിംഗ് പോലും ഇപ്പോൾ അല്പം കാഠിന്യത്തോടെ സംസാരിക്കുകയാണ്. അദ്ദേഹം നൽകുന്ന സൂചന, പാകിസ്ഥാൻ കരുതിയിരിക്കണം, വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമിക്കും. അങ്ങനൊരു യുദ്ധത്തിൻ്റെതായ ഒരു മുന്നറിയിപ്പ്. അത് ആദ്യം ആരംഭിച്ചത് മാധ്യമങ്ങളാണ്. പാകിസ്ഥാനെ ആക്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ആ സ്വരത്തിൽ സംസാരിക്കുകയാണ്. ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കാം, യുദ്ധം നടത്തണമെങ്കിൽ യുദ്ധം നടത്താം. പക്ഷെ ഇസ്രയേലിന്റെ ഭാഷയിൽ ഇന്ത്യ സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉത്കണ്ഠയുണ്ടാവും. ഫലസ്തീനെതിരെ ഇസ്രയേൽ ഏത് ഭാഷയിൽ സംസാരിച്ചുവോ ആ ഭാഷയിൽ പാകിസ്ഥാനുമായി ഇന്ത്യ സംസാരിക്കുന്നത് അത് നമ്മുടെ അന്തസ്സിനും നമ്മുടെ പാരമ്പര്യത്തിനും നിരക്കുന്ന ഒന്നല്ല.
ഈ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് മറ്റേത് രാജ്യത്തേക്കാൾ ഉത്തരവാദിത്വമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് ചട്ടമ്പികളുടെ ഭാഷയിൽ സംസാരിച്ച് കേമനാവാൻ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ശ്രമിക്കുന്നത്. അതിനൊരു വലിയ അപകടമുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി തീർന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവിടെ ആയുധ വ്യാപാര രംഗത്ത് ഉണ്ടായ മാന്ദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരാണ് അമേരിക്ക. അമേരിക്കയിലെ ഏറ്റവും വലിയ കയറ്റുമതിയും ആയുധങ്ങളാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സംഘർഷമുണ്ടാക്കുകയും ആ രാജ്യങ്ങളെ കൊണ്ട് അവരുടെ ആയുധങ്ങൾ വാങ്ങിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ജോർജ് ബുഷ് എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് പറ്റിയ അപകടം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടു, ഇറാഖിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടു. അപ്പൊ അവിടെ നിന്ന് ആയുധം വാങ്ങാൻ വേറൊരു രാജ്യമില്ല. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊന്ന് ഏറ്റുമുട്ടിയാലോ? അമേരിക്കയിൽ നിന്ന് ഇന്ത്യയും ആയുധം വാങ്ങും, പാകിസ്ഥാനും ആയുധം വാങ്ങും. അപ്പൊ ആ പഴയ അമേരിക്കൻ നയം മറ്റ് രാജ്യങ്ങളെ കൊണ്ട് തമ്മിലടിപ്പിച്ച് അതിന്റെ പ്രയോജനം തങ്ങൾ അനുഭവിക്കുന്ന ഒരു പഴയ അമേരിക്കൻ നയമുണ്ട്. ആ നയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ്. പണ്ടൊക്കെ യുദ്ധമുണ്ടാകുന്നത് സാമ്രാജ്യത്വത്തിന് അവരുടെ അതിർത്തികൾ വികസിപ്പിച്ച് മറ്റു രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനാണെങ്കിൽ ഇന്ന് അതല്ല, അതിർത്തിയിലൊന്നും മാറ്റം വരുത്തുന്നില്ല. പക്ഷേ ഫലസ്തീനിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമാവുകയും അവിടെ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അമേരിക്കയുടെ കച്ചവടം നന്നാവും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അപ്പോഴും അമേരിക്കയുടെ കച്ചവടം നന്നാവും. ഈ രീതിയിൽ ആയുധ കച്ചവടക്കാരും മറ്റ് ലാഭമോഹികളും ചേർന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമിയെ, നമുക്ക് പ്രിയങ്കരമായ ഈ ഭൂമിയെ അവരുടെ ഒരു ചതുരംഗ പലകയാക്കി മാറ്റിയിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. തീർച്ചയായും ഖേദകരമായ അവസ്ഥ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടെ ഏതൊരു രാജ്യത്തിന്റെയും അവർക്കൊരു അജണ്ട കാണും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഒന്നും അറിയാത്ത പാവങ്ങൾ, സാധാരണ മനുഷ്യർ, നമുക്കവരോട് വലിയ സ്നേഹം തോന്നാറുണ്ട്. ആ മേഖലയിൽ മറ്റേതൊരു അറബ് രാജ്യത്തുമുള്ള ജനങ്ങളോട് തോന്നുന്നതിനേക്കാൾ നമുക്ക് സ്നേഹവും വാത്സല്യവും തോന്നുന്നത് ഫലസ്തീൻകാരോടാണ്. അതിനൊരു കാരണം അവരുടെ പാരമ്പര്യം, അവരുടെ ചരിത്രം നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. നല്ല ഒരു ജനത, ആ ജനതയുടെ 20-ാം നൂറ്റാണ്ടിലെ ദുരന്തം, ഒരു നാൾ പെട്ടെന്ന് അവർക്ക് അവരുടെ മണ്ണ് ഇല്ലാതെയാവുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് ബാങ്ക് വരുന്നു, ജപ്തി ചെയ്യുന്നു, നമ്മളെ പുറത്തേക്ക് ഇറക്കി നിർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഫലസ്തീൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരു വീട് മാത്രമല്ല, അവരുടെ മണ്ണ്, അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. രാജ്യമില്ലാത്ത അഭയാർത്ഥികളായി അവർ മാറി. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ആ ജനത ഏർപ്പെട്ടിരിക്കുന്നത്. അതിലവർ ഭാഗികമായി വിജയിച്ചു. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഗാസ പ്രദേശം അത് ഫലസ്തീൻ രാജ്യത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്ന് വിട്ടുകൊടുത്തത് തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത്. അന്ന് ഫലസ്തീൻ എന്ന രാജ്യം ഒരു യാഥാർത്ഥ്യമായെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തല്ലി തകർക്കുന്നതിന്, ഫലസ്തീൻകാരെ വീണ്ടും ആ പഴയ അഭയാർത്ഥികളുടെ അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് ഇന്ന് ഫലസ്തീൻ എന്ന് അറിയപ്പെടുന്ന ആ ഭൂപ്രദേശം 1967 ചെയ്തതുപോലെ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗമാക്കുന്നതിന് ഒക്കെയുള്ള ശ്രമം ആണ് അവിടെ നടക്കുന്നത്. അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തീർച്ചയായും ആ സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ, ഫലസ്തീൻ ജനതയുടെ ആ കണ്ണീരിന്റെ മക്കൾക്ക് അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട്
അവരുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന്റെ പൊതുവികാരം എന്ന നിലയിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് ഇന്ത്യ സ്വതന്ത്രമായ ധീരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് സമസ്ത രീതിയിലുമുള്ള പിന്തുണ നൽകാൻ തയ്യാറാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. തങ്ങൾ ചെയ്ത ഒരു തെറ്റിന്റെയും ഫലമായിട്ടല്ലാതെ സ്വന്തം പ്രദേശത്ത് നിന്ന് നിർദാക്ഷിണ്യം കുടിയൊടിപ്പിക്കപ്പെട്ട, അടിച്ചോടിക്കപ്പെട്ട ഒരു ജനത ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന ഒരു സമരത്തെ അത് കൊടും ഭീകരതയും തീവ്രവാദവുമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അവരുടെ ജന്മഗേഹം ലോകത്തിന്റെ മൊത്തമായ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പിൻബലത്തോടുകൂടി പിടിച്ചെടുത്ത് അവിടെ താമസമുറപ്പിക്കുക മാത്രമല്ല, ഒരിക്കലും ആ രാജ്യത്തിന്റെ അതിർത്തി നിർണയിക്കാതെ കിട്ടുന്ന ഓരോ സന്ദർഭത്തിലും അത് വികസിപ്പിച്ചുകൊണ്ടേ വന്ന് അവസാനം തങ്ങൾ തന്നെ എഴുതിക്കൊടുത്ത ഒരു അടിയറവ് കരാറിൽ ഒപ്പിടിവിച്ച് ഇനിയെങ്കിലും കുറച്ച് സ്ഥലത്ത് തങ്ങൾക്ക് ജന്മഗേഹം എന്ന് പറയാവുന്ന ഒന്ന് കിട്ടുമെന്ന് അവരെ വിശ്വസിപ്പിച്ചിരുന്ന അതേ രാജ്യം നിശ്ശേഷമായി ആ ജനതയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ ഭീകരമായ ആക്രമണം. ആ ആക്രമണത്തെ ലോകത്തിലെ 637 കോടി ജനങ്ങളിലെ പ്രതികരിക്കുന്ന രാജ്യങ്ങൾ, അവരെ മൊത്തം പ്രതികരിക്കുന്ന ഐക്യരാഷ്ട്രസഭ നിസ്സംഗമായി നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇസ്രായേലിന്റെ ഭാഗത്താണ് ശരി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുക. ഇവിടെ എന്തെല്ലാം സംഗതികളാണ് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. രണ്ടാം ഖലീഫ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിലാണ് അംർ ബിൻ ആസും ഖാലിദ് വലീദും മറ്റും ചേർന്നുകൊണ്ട് ഫലസ്തീനിൽ സൈനിക നടപടി സ്വീകരിക്കുന്നു. അത് ജൂതന്മാരുമായിട്ടല്ല, അത് റോമാ സാമ്രാജ്യത്തിന്, ബൈസാന്യൻ സാമ്രാജ്യത്തിന്റെ ഒരു കോളനിയായിരുന്നു അന്ന് പലസ്തീൻ. ആ സാമ്രാജ്യത്തിന്റെ കീഴിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മെത്രാന്മാരാണ്. അവരാവട്ടെ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധത്തിന് വന്നതേയില്ല. കാരണം അവർ മറ്റൊരു കോളനിയുടെ പീഡനം അനുഭവിക്കുന്നവര്, മറ്റൊരു സാമ്രാജ്യത്തിന്റെ കീഴിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവര്, പേര് ക്രിസ്ത്യാനികളാണെങ്കിലും ശരി. ഇത്തരമൊരു സന്ദർഭത്തിലാണ് പലസ്തീൻ കീഴടങ്ങുന്നത്. മെത്രാൻ നേർക്ക് നേരെ താക്കോൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇസ്ലാമിന്റെ ഖലീഫ ഉമറിനാണ്. അവിടെ ജൂതന്മാർ ചിത്രത്തിൽ എവിടെയുമില്ല. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, അറബികളായ മുസ്ലിമീങ്ങൾ വന്ന് അവരെ ആട്ടി ഓടിച്ചതാണ്. സംഭവം സത്യമേ അല്ല. അതിന് മുമ്പോ അതിന് പിമ്പോ യഹൂദരെ മുസ്ലിമുകൾ എന്ന് പറയുന്നവർ അറബികൾ ആട്ടി ഓടിച്ച ചരിത്രമില്ല. അങ്ങനെ ഇരിക്കെ രണ്ടാം ലോകമായുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിന് മുമ്പായിട്ട് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതായിട്ട് പറയുന്നു. ഹോളോകോസ്റ്റ്. ഈ ഹോളോകോസ്റ്റൊക്കെ ആര് നടത്തിയതാ? അത് അറബികൾ നടത്തിയതല്ല, മുസ്ലിമുകൾ നടത്തിയതല്ല, ക്രിസ്ത്യാനികൾ നടത്തിയതല്ല. ആര് നടത്തിയതാ? വളരെ വ്യക്തമാണ്, ഹിറ്റ്ലറാണ് നടത്തിയത്. യൂറോപ്പിലാണ് സംഭവം. ഇങ്ങനെ അടിച്ചോടിക്കപ്പെട്ട ഒരു ജനതയെ കുടിയിരുത്തേണ്ടതുണ്ടെങ്കിൽ ന്യായമായ ആവശ്യമാണ്, സമ്മതിക്കുന്നു. എവിടെ നടത്തണം? യൂറോപ്പിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു ജനതയെ എന്തിനാണ് അതേപ്പറ്റി അതിൽ ഒരു പങ്കാളിത്തവും വഹിക്കാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത മറ്റൊരു ജനതയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് അന്യായമായി കുടിയിരുത്തുന്നുള്ളത്? ചോദ്യം അവിടെ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. അതായത് യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത്. ഒരു ഘട്ടത്തിൽ പോലും അത് അങ്ങനെയുള്ള ഒരു പ്രശ്നമായിട്ടില്ല അതുവരെ. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ അതിന് ഒരു മുഖം നൽകിയിരിക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു, പലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ നാടാണ്, അത് അറബി മുസ്ലിമീങ്ങളുടെ ഭരണത്തിലാണ്, നിയന്ത്രണത്തിലാണ്. തെറ്റാണ്. പലസ്തീനിലെ മനുഷ്യരിൽ മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സ്വല്പം യഹൂദികളുണ്ട്. പ്രത്യേകിച്ച്
ഏറ്റവും ശക്തമായ സായുധ സമരം നേരത്തെ തന്നെ ഇസ്രായേലിനെതിരെ നടത്തിയത് ആരാ? ഡോക്ടർ ജോർജ് ഹബഷൻ. ജോർജ് ഹബഷൻ മുസ്ലിമല്ല, അദ്ദേഹത്തിന്റെ പീപ്പിൾസ് ഫ്രണ്ടാണ്, പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട്. അത് മാർക്സിസ്റ്റ് പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഈ സമരത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വച്ചിരുന്നത് ഫാദർ കപ്പൂച്ചിയാണ്. അദ്ദേഹം അഭിവന്ദ്യനായ ഒരു പിതാവായിരുന്നു, ക്രിസ്ത്യാനികളുടെ പിതാവായിരുന്നു. ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത് വല്ല ഇസ്ലാമിക സ്പിരിറ്റുവാണോ? അല്ല. ഇതിന് സാമുദായികമായ വർണ്ണമുണ്ടോ? ഇല്ല. പലസ്തീൻ ജനത, അവർ മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വേറെ പലരുണ്ട്. അവരുടെ മൊത്തം നാടാണ് ഇസ്രായേൽ എന്ന പേരിൽ മറ്റൊരു രാജ്യം അവിടെ കുടിയിരുത്തപ്പെട്ടത്. അത് അവരുടെ സ്ഥലത്താണ്. അതിന് ഐക്യരാഷ്ട്രസഭയാണ് കൂട്ടുനിന്നത്. അവരുടെ പ്രമേയം അനുസരിച്ചാണ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. അന്ന് മുതൽ തന്നെ ഈ പ്രശ്നം നിലവിലുണ്ട് ലോകത്ത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിന്റെ സംഭവങ്ങളിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിലവിൽ വന്ന ആ രാജ്യത്തെ ഏറ്റവും ചുരുങ്ങിയത് ഈ അക്രമത്തെ തന്നെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാണ് ലോകമെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അങ്ങനെ ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഈ അതിർത്തികളിൽ ഒതുങ്ങണം. ഇനി അങ്ങോട്ടുള്ള പ്രദേശങ്ങളെങ്കിലും, അറബി പ്രദേശങ്ങൾ നിങ്ങൾ കടന്നു കയറി പിടിക്കരുത് എന്ന് പറയാൻ പോലും ഐക്യരാഷ്ട്രസഭക്കോ ലോകശക്തികൾക്കോ സാധിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. അതിന്റെ ഫലമായിട്ട് 1967 ജൂണിലെ വെറും 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഈജിപ്തിന്റെ ഭാഗമായിരുന്ന ഗസ എന്ന് നമ്മൾ പറയുന്ന ഗാസ, അതുപോലെ തന്നെ ജോർഡാന്റെ ഭാഗമായിരുന്ന വെസ്റ്റ് ബാങ്ക്, അതിലൊരു ഭാഗമാണ് ജെറൂസലം എന്ന് പറയുന്ന ബൈത്തുൽ മഖ്ദിസ്, ഇതെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. അതൊക്കെ ഇസ്രായേലിന്റെ കേമത്വമാണ്, അറബികളുടെ കൊള്ളരുതായ്മയാണ്. ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ അറബ് രാഷ്ട്രങ്ങളും ഒന്നടങ്കം സംഘടിച്ച് നടത്തിയ യുദ്ധമായിട്ട് പോലും 6 ദിവസം കൊണ്ട് ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ എഴുതി വെച്ചവരുണ്ട്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അന്നത്തെ ലോകത്തെ 3 ശക്തികളാണ്, 3 വൻശക്തികളാണ്. ഇവരുടെ പിൻബലമുണ്ടായിരുന്നില്ലെങ്കിൽ ഇസ്രായേൽ ആഞ്ഞടിക്കാൻ ധൈര്യപ്പെടുവോ? ഇസ്രായേലിന് 6 ദിവസം പോയിട്ട് 60 ദിവസം കൊണ്ട് ഈ അത്ഭുതം ചെയ്യാൻ പറ്റുമോ? ഇല്ല. വ്യക്തമായും ഈ 3 വൻശക്തിയുടെ പിൻബലത്തോടുകൂടി നേടിയെടുത്ത ഒരു വിജയത്തെക്കുറിച്ച് വിജയമെന്നാണോ പറയുന്നത്? നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചരിത്രമാണ്. അങ്ങനെ പിടിച്ചു പറ്റിയ പ്രദേശങ്ങൾ വിട്ടൊഴിയണമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രമേയം എത്ര തവണ പാസാക്കി? ഒരിക്കലെങ്കിലും അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇസ്രായേലിന് സാധിച്ചോ? ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിലും പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെങ്കിലും പലസ്തീൻകാരെ കുടിയിരുത്തി അവർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കണമെന്ന ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചോ? അതും ഉണ്ടായില്ല. അവരുടെ ഏറ്റവും ധീരനായ പോരാളി ആരായിരുന്നു? യാസിർ അറഫാത്തായിരുന്നു. ആ യാസിർ അറഫാത്തിനെ ഏറ്റവും ഒടുവിൽ ഓസ്ലോ കരാറിൽ ഒപ്പിടിവിച്ചു. അദ്ദേഹം അതിന് സന്നദ്ധനായിരുന്നില്ല. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി മാത്രമുള്ള 13 ചതുരശ്ര കിലോമീറ്റർ ദൂരം വിസ്താരം മാത്രമുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹത്തെ കുടിയിരുത്തി. അങ്ങനെയുള്ളതായ ആ പ്രദേശം കൊണ്ടെങ്കിലും എന്റെ ജീവിതകാലത്ത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമുണ്ടാവട്ടെ എന്ന് അറഫാത്ത് ആഗ്രഹിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ചെന്നാണെങ്കിലും ഒപ്പിടിച്ചു. എന്നാൽ അതെങ്കിലും അവിടെ പാലിച്ചോ? ഉണ്ടായില്ല. 1998 ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ട ശേഷം വർഷം 10 കഴിഞ്ഞല്ലോ. അതിനിടയ്ക്ക് എന്താ ചെയ്തത്? ഇതേ യാസിർ അറഫാത്തിനെ കഥ കഴിക്കാനല്ലേ ഇസ്രായേൽ ശ്രമിച്ചത്? എത്ര തവണ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത്, അതൊരു കൊച്ചു വീടാണ്, അവിടെ ആക്രമണം നടത്തി തകർന്നു തരിപ്പണമാക്കി. ഭാഗ്യവശാൽ ദൈവം തമ്പുരാന്റെ ഇടപെടൽ കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. അമേരിക്ക അറിയാതെയാണോ സംഭവം? അല്ല. ഈ അറഫാത്താണ് പലസ്തീൻ ജനതയുടെ ഏകീകരണ ശക്തി എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ തട്ടിക്കളയാൻ വേണ്ടി ലോക ചട്ടമ്പി വേഷത്തിൽ ഇസ്രായേൽ ശ്രമം നടത്തിയപ്പോൾ എത്ര പേർ അതിനെ അവലംബിക്കാനുണ്ടായി? നിങ്ങൾ ആലോചിക്കണം. അവസാനം യാസിർ അറഫാത്ത് നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ മരിച്ചു. അതേപ്പറ്റി പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. അദ്ദേഹം പാരീസിൽ വെച്ചാണെന്ന് തോന്നുന്നു മരിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ലോകത്തിന് മേലിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ജനതയോ ഒരു രാഷ്ട്രമോ ഉണ്ടാവരുത്. പകരം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവർ വിശ്വസിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റ് ബൈബിളൊക്കെ വായിച്ച എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഖുർആൻ തന്നെ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇത്? ഞങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്.
ഞങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചു തന്ന പുണ്യഭൂമിയാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന പഴയ കനാൻ ദേശം. ഈ പ്രദേശത്ത് മറ്റാരും ഞങ്ങളോട് ഡിസ്പ്യൂട്ട് ചെയ്യാൻ, ഞങ്ങളോട് കലഹിക്കാൻ ഇനിമേലും ഉണ്ടാവരുത് എന്ന തീർത്തും മതപരവും വംശീയവുമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ലോക സയനിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇത്രത്തോളം തീവ്ര വികാരപരം വംശീയമായ മറ്റൊരു പ്രസ്ഥാനം ലോകത്തില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരനെ വിശ്വസിക്കാതിരുന്ന ആണവശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റൈൻ അദ്ദേഹം ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അനുകൂലമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലും ഈ സയനിസത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ വേണ്ടി രംഗത്തിറക്കുന്നതിൽ ജൂത നേതൃത്വം വിജയിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ഈ സയനിസ്റ്റ് പ്രസ്ഥാനമാണ് സത്യത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ലോകത്തെങ്ങും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് ഏറ്റവും അപകടമെന്നും മതരാഷ്ട്രവാദമാണ് ഏറ്റവും ഭീകരതയെന്നും സകല കുഴപ്പങ്ങൾക്കും പിന്നിൽ മതമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന മഹാന്മാർ തന്നെ ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ എന്താ പറയുന്നത്? മറ്റൊന്നുമല്ല, ശുദ്ധ മതപരവും വംശീയവുമായ ഈ ആധിപത്യത്തിനെതിരായി മറ്റാരെയും പൊറുപ്പിക്കാത്ത, ആരെയെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ് മുസ്ലിമീങ്ങളെ മാത്രമൊന്നുമല്ല, ക്രൈസ്തവരെ അടക്കം പൊറുപ്പിക്കാത്ത ലോകത്തിലെ ഒരു ജനതയും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു വംശീയത, ഇതാരാണ് ഇത്തരത്തിലുള്ള ഒരു വംശീയത ഉയർത്തിപ്പിടിക്കുന്ന ആലോചിച്ച് നോക്കുക. ഇതേ ജൂതന്മാർ ഇരകളായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഹിറ്റ്ലറുടെ ഭീകരമായ ജർമ്മൻ ദേശീയതയുടെ ഇരകളായിരുന്നു ഇസ്രായേൽ, യഹൂദികൾ. ആ യഹൂദികളാണ് ഇപ്പോൾ അതേ പ്രയോഗം മറ്റു ജനങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ന്യായീകരണം. അപ്പൊ അങ്ങനെ പിടിച്ചെടുത്ത പ്രദേശത്ത് ശക്തമായി നിലയുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. അതിന് മറ്റൊരു ലക്ഷ്യവുമല്ല ഉള്ളത്. പറയുന്നത് ഹമാസ് റോക്കറ്റ് വിട്ടിരിക്കുന്നുവെന്നാണ്. സാധാരണ പൈപ്പുകൾ കൂട്ടിഘടിപ്പിച്ച് അവർ റോക്കറ്റ് എന്ന പേരിൽ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന മാതിരി എന്ന് തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതെവിടെയെങ്കിലും പോയി വീണാൽ പോലും അതിന് കാര്യമായിട്ട് ഒരു നഷ്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് എന്തുകൊണ്ട് നല്ലതാണ് ശരിയാണെന്നൊന്നും പറയല്ല. ഈ ഖസാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോക്കറ്റ് അവിടെ പോയി വീഴുന്നു എന്നതിന് മറുപടിയായിട്ടാണ് ഈ ലോകത്തിലെ അത്യന്താധുനികമായ ആയുധങ്ങൾ അമേരിക്ക നൽകിയ F-14 ഉൾപ്പെടെയുള്ളതായ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയെ, അതും കുട്ടികൾ, സ്കൂൾ പിള്ളേർ, അവർക്കെതിരായിട്ട് ഈ മുഴുവൻ രോഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ ഇതിന് ഉദാഹരണമുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് അത് സ്ത്രീകളോ കുട്ടികളോ പെട്ടുപോകുമായിരിക്കും. ഇതങ്ങനെയല്ല, സ്കൂളുകൾ ടാർഗറ്റ് ചെയ്യുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നേരത്തെ ഫറോവ ചക്രവർത്തി ഇതേ യഹൂദരുടെ നേരെ പ്രയോഗിച്ചതായിട്ട് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന അതേ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യുദബ്ബിഹൂന അബ്നാഹും വയസ്തഹ്യൂന നിസാഅഹും. അവരിൽ ആൺമക്കളിന് ജനിക്കാൻ പാടില്ല, ഇസ്രായേലിന് ആൺമക്കൾ ജനിക്കാൻ പാടില്ല എന്നൊരു കാലഘട്ടത്തിൽ ഫറോവ എങ്ങനെ വിശ്വസിക്കുകയും നടപ്പാക്കുകയും ചെയ്തുവോ അതേ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇന്ന് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനികൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ജനിക്കരുത്, അഥവാ ജനിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ വലുതാവരുത്, അവരെ മുള്ളയിലെ നശിപ്പിച്ച് കളയണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ ബോംബ് ചെയ്ത് തകർക്കുകയാണ്. പിഞ്ച് കുഞ്ഞുങ്ങളുടെ ആ ചിത്രം കാണാനുള്ള മനസ്സ്, ആ നിർഭാഗ്യകരമായ അവസ്ഥ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇതിനൊക്കെ പിന്നിലുള്ളത് ഒരു അബദ്ധം സംഭവിക്കലല്ല, അതിനേക്കാൾ ഏറ്റവും ഭീകരമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കൃത്യം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ പരസ്യമായി അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത്. അതേ അവസരത്തിൽ ലോകതലത്തിൽ ഭീകരതക്കും തീവ്രവാദത്തിനുമെതിരെ എന്ന പേരിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതായ ആക്രമണങ്ങൾ മുഴുവൻ ന്യായം എന്താണ്? നിരപരാധികളെ ഭീകരന്മാർ കൊല്ലുന്നു. അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും അതുപോലെ പലയിടത്തെയും ഭീകരർ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നു. അതുകൊണ്ട് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസമാണ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. എന്നും പറഞ്ഞ് നടക്കുന്ന അതേ ആളുകളാണ് അതിനെയൊക്കെ എത്രയോ ഇരട്ടി ശക്തിയിൽ 4-5 ദിവസമായി ഏതാണ്ട് 600 ചില്ലാനം മനുഷ്യരെ കശാപ്പ് ചെയ്ത ഈ ഭീകരതയെ ന്യായീകരിക്കുന്നത്. മിണ്ടാതിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് എന്നതിന്റെ പരസ്യമായി പറയാൻ. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ യുദ്ധം നിർത്തണമെന്ന് പലരും ആവശ്യപ്പെടുമ്പോൾ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലേക്ക് ആ പ്രമേയം എത്തുന്നേയില്ല. എത്തുന്നതിന് മുമ്പെയാണ് അമേരിക്ക വീറ്റോ പ്രയോഗിക്കേണ്ടതായ ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. അതിനു മുമ്പേ അങ്ങോട്ടത് വരണ്ട, രക്ഷാസമിതിയിലേക്ക് അതുമായിട്ട് അങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് വന്നേ തീരൂ എന്നാണെങ്കിൽ ഈ ഹമാസിനെ അവലപിക്കുന്ന പ്രമേയമായിട്ട് വന്നാൽ മതി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എന്താണ് ഈ ന്യായം? ഇത്തരത്തിലുള്ള ഒരു ന്യായം കേട്ടിരിക്കുകയാണ് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ രാജ്യം. ഏതാണ് ഇന്ത്യ രാജ്യം?
മൻമോഹൻ സിംഗിന്റെ രാജ്യമാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. നരസിംഹറാവുവിൻ്റെതല്ല, ഇത് മഹാത്മാഗാന്ധിയുടെ രാജ്യം. 1948 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്ന സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ട്, ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിപ്പുണ്ട്. എന്താ രണ്ടുപേരും പറഞ്ഞത്? ഇസ്രായേലിയർക്ക് യഹൂദർക്ക് ഒരു രാഷ്ട്രം വേണം, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അത് മറ്റൊരു ജനതയെ കുടിയൊടിപ്പിച്ചുകൊണ്ട് അവരുടെ സ്ഥലം കയ്യേറിക്കൊണ്ട് സ്ഥാപിക്കേണ്ട ഒന്നല്ല, അതിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് തുറന്നു പറഞ്ഞ രാഷ്ട്രപിതാവിന്റെ രാജ്യമാണത്രേ ഇത്. എന്നിട്ടോ എന്താ ചെയ്തത്? പടിപടിയായിട്ട് ഇസ്രായേലുമായി സ്വകാര്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ടേ വന്നു. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ അതിനുവേണ്ടി ശക്തമായിട്ട് ശബ്ദം ഉയർത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു വന്നു. അവസാനം നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോ എല്ലാ വേണ്ടാത്തതും ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്താണല്ലോ അദ്ദേഹം വന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്ത പണി എന്താ? ഇസ്രായേലുമായിട്ട് സമ്പൂർണ്ണ തലത്തിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. തുടർന്നിങ്ങോട്ട് നടക്കുന്നത് എന്ത്? ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം പോലും ഇസ്രായേൽ നൽകിയിരിക്കുന്നു. ഇവിടെ തീവ്രവാദവും ഭീകരവാദവും തകർക്കാനെന്ന പേരിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ മൊസാദിന്റെ സേവനം തേടും. ഇസ്രായേലുമായിട്ട് പരസ്യമായ ആയുധ കച്ചവടം നടക്കുന്നു. എല്ലാം പോവട്ടെ, ഏറ്റവും ഒടുവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഗസയിലൊക്കെ ഉള്ളതായ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്കൂളുകളുടെ അടക്കമുള്ള സമ്പൂർണ്ണമായ മാപ്പ് എങ്ങനെയാണ് ഇസ്രായേൽ ലഭിക്കുന്നത്? ഇന്ത്യയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഈ ചാര ഉപഗ്രഹത്തിലൂടെയാണ് ഇസ്രായേലിന് സമ്പൂർണ്ണമായ ചിത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷേഖ് ആന്റണി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സംഗതി നടക്കുന്നത്. ആദ്യം അത് മൂടി വെച്ചു, അങ്ങനെ സംഭവം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. നമ്മളൊക്കെ അത് കണ്ടുപിടിച്ച് വാർത്തയാക്കിയപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കാതെ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അതൊരു യാഥാർത്ഥ്യമായി തീർന്നു. എന്തിന് ഈ ഒരു ക്രൂരതയ്ക്ക് ഇന്ത്യ മഹാരാജ്യം കൂട്ടുന്നു എന്നുള്ളത് ഇന്നും മനസ്സിലാവാത്ത കാര്യമാണ്. മനസ്സിലാവാതെ ഒന്നുമല്ല, പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കിനിയും കൂടുതൽ കാര്യങ്ങൾ വെളിവാവാതിരിക്കും. മറ്റൊന്നുമല്ല, അമേരിക്ക ഏതുപോലെ പശ്ചിമേഷ്യയിൽ അവരുടെ ഉപകരണം സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണമായിട്ട് ഇസ്രായേലിനെ മാറ്റിയെടുത്തു, അതുപോലെ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയെയും അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇന്ത്യക്ക് അതിന് ആവശ്യം എന്തെന്നുള്ളൊരു ചോദ്യം. അമേരിക്കയോട് ഒരു വിധേയത്വമില്ലാതെ തന്നെ 110ഓളം കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് അതിനെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ധാർമ്മിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ളതായ ശക്തിയുണ്ട്, ശേഷിയുണ്ട്, അർഹതയുണ്ട്. അതെല്ലാം കളഞ്ഞു കുടിച്ചുകൊണ്ട് സമ്പൂർണമായ അമേരിക്കൻ വിധേയത്വവും സയനിസ്റ്റ് വിധേയത്വവും എന്തിനാണ് നമ്മുടെ രാജ്യം വെച്ച് പുലർത്തുന്നതെന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ഗവൺമെന്റിന് അങ്ങനെയുള്ളതായ ഒരു മെൻഡേറ്റ് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടില്ല. ഇവിടെ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലുമായി സർവ്വതലത്തിലുമുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന്, ഞങ്ങൾ ഈ രീതിയിലേക്ക് പോകുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ആണവക്കരാറിൽ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞിട്ടില്ല, സൂചന പോലും നൽകിയിട്ടില്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞ ശേഷം ഇടതുപക്ഷത്തിന് പിന്തുണ പുറത്തുനിന്ന് ലഭിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സാമ്രാജ്യത്വത്തിന് അടിയറവിൽ ചില സൂക്ഷ്മതകളൊക്കെ പാലിച്ചു വന്നിരുന്നു. അവസാനം തന്ത്രപരമായി അമേരിക്ക തന്നെ ഇടപെട്ട് വന്നുകൊണ്ട് ഇന്ത്യയിലെ കരിങ്കാലികളെ ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റിലെ ചില അംഗങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയെ തട്ടിമാറ്റി അവസാനം ഇപ്പോൾ ഒരു സമ്പൂർണ്ണ സാമ്രാജ്യത്വ ദാസ്യമുള്ള ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആത്യന്തികമായ നടപടികളും നയങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആണവക്കരാറിൽ ഒപ്പിടുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് അതിനുശേഷമാണ്. ജീവിതത്തിന്റെ നാനാ മേഖലകളിലും സ്വകാര്യവൽക്കരണം യാതൊരു ലജ്ജയുമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മറ്റൊന്നുമല്ല, സാമ്രാജ്യത്വത്തിന് അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചട്ടം ഇത്തരത്തോട് പ്രതികരിക്കാൻ, അതിനെ അപലപിക്കാൻ നമ്മുടെ നാവ് കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ അറബ് രാജ്യങ്ങളേക്ക് ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് എവിടെയും തൊടാതെ ഒരു അപലപിക്കൽ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇസ്രായേലുമായിട്ടുള്ള സമ്പൂർണ്ണ ബന്ധം തുടരുകയാണ്. അതിലേറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു നിസ്സഹായമായ അവസ്ഥയിൽ പലസ്തീനിലെ ചില പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരും. അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യ രാജ്യം ഒരു ചേരിചേരാ രാജ്യമാണ്. കഴിഞ്ഞ കാല ചരിത്രത്തിൽ ഞങ്ങളോടൊക്കെ നല്ല ബന്ധം പുലർത്തിയവരാണ്. അതുകൊണ്ടൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇരുത്തി നല്ല കാപ്പിയൊക്കെ കൊടുത്ത്, അത് പത്രത്തിൽ കൊടുത്ത് വന്നയാൾ നല്ല കാപ്പി കൊടുത്ത് വിട്ടിരിക്കുന്നു, ഞങ്ങൾ അവരുടെ അനുഭവം പുറത്തു തട്ടി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അത് പത്രങ്ങൾ വെണ്ടക്ക നിരത്തി പോകുന്നു. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലുമായി ലക്ഷം കോടിയുള്ള ആയുധങ്ങളുടെ ഇടപാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പലസ്തീനിലെ ജനതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സർക്കാർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അതോറിറ്റികൾ, അവർക്ക് ഇതിനെ അപലപിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന നിസ്സഹായതയിൽ നാളെ മുതലെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾ നമ്മളോട് പറയണം, കണ്ടില്ലേ ഞങ്ങൾ അപലപിച്ചു. ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. തീർത്തും
ഇസ്രായേലുമായും അമേരിക്കയുമായും എല്ലാ തലത്തിലുമുള്ള ബന്ധം സ്ഥാപിച്ച ശേഷം ഈ ഒന്നിനും കൊള്ളാത്ത ഭീരുക്കളായ അറബി ഭരണാധികാരികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഈ അഭ്യാസം. ഞാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ത്യ ഇത്രയും ചെയ്യുന്നതിൽ വേറെ ചില മാനങ്ങളുണ്ടാവാം. ഈ പലസ്തീന്റെ ചുറ്റുപാടും താമസിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, കുറെ രാജാക്കന്മാർ, എണ്ണ രാജാക്കന്മാർ. അരക്കാശിന് കൊള്ളാത്ത ഈ വർഗത്തെ ദൈവം തമ്പുരാൻ എന്തിന് പടച്ചു വന്ന് എനിക്കറിയും സത്യമായിട്ട്. അതാണ് ഭൂമിക്കടിയിലെ എണ്ണയുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്നത് എണ്ണ. 1973 യുദ്ധത്തിൽ ഇന്ത്യ അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടായ സമയത്ത്, അൻവർ സാദാത്തിന്റെ കാലത്താണ്. ആ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് സൗദി അറേബ്യയുടെ രാജാവ് ഫൈസൽ പ്രഖ്യാപിച്ചത് ഒരു തുള്ളി എണ്ണ അമേരിക്ക കൊടുക്കില്ല. അമേരിക്ക ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബലമായിട്ട് എണ്ണ പിടിച്ചുകൊണ്ടുപോകുന്നു പറഞ്ഞു. ഫൈസൽ രാജാവ് പറഞ്ഞു, ഒന്നും കൊണ്ടുപോകില്ല, ഞങ്ങൾ എണ്ണ കിണറ് വാറ്റിച്ചു കളയും. താൻ എന്ത് ചെയ്യും? ധീരമായ ആ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ സിംഹാസനിരിക്കുന്ന മനുഷ്യൻ മുട്ടിവിറക്കുകയും മൂത്രമൊഴിക്കുകയുമാണ്. സംഭവല്ലേ? ആ ഭരണാധികാരി ഈജിപ്തിൽ നിന്നത്തെ വാർത്ത എന്നാ നിങ്ങൾ കേട്ടോ? ഈ പ്രശ്നം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലെത്തിയപ്പോ ഒരു കൊച്ചു രാഷ്ട്രമുണ്ട് ഖത്തർ. ആകെ 2-3-4 ലക്ഷം ജനങ്ങളാണ് അവിടെയുള്ളത്. ആ രാജ്യം പക്ഷെ സ്വല്പം കൂടി ആണത്തം കാണിക്കും. ഇത് പോരാ. അറബ് ലീഗ്, അറബ് ഉച്ചകോടി ചേർന്നുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് ഖത്തർ മാത്രമേ. പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല. അവസാനം ഒരു പ്ലെയിൻ, ഒരു വിമാനം ചാർട്ട് ചെയ്ത് ലോകം മുഴുവൻ ആദരിക്കുന്ന, നേരത്തെ ഈജിപ്തുകാരനായ ഇപ്പോൾ ഖത്തറിൽ സ്ഥിരതാമസമാക്കിയ ഞങ്ങളുടെയൊക്കെ ഗുരുവര്യനായ ഡോക്ടർ യൂസുഫുൽ ഖർദാവി, അദ്ദേഹം ഒരു വിമാനം എടുത്ത് രാഷ്ട്രത്തലവന്മാരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരാണ് അദ്ദേഹത്തിന് വിസ നിശ്ചയിച്ചത് നിങ്ങൾക്കറിയാവോ? അദ്ദേഹം ജനിച്ച് വളർന്ന ഈജിപ്ത്. ഇങ്ങോട്ട് വരണ്ടാന്ന് പറയുന്ന ആരാണ്? ഹുസ്നി മുബാറക്ക്. ഇയാൾ ആരാണ്? അമേരിക്കയുടെ ചെരുപ്പ് നക്കിയാണ്. ഇതിലപ്പുറം അയാൾ പറയില്ല. മറ്റൊന്നും അയാൾക്ക് സാധിക്കില്ല. ഇങ്ങനെയുള്ള ഭരണാധികാരികളെ വെച്ച് നമ്മളുടെ മഹാന്മാരായ പണ്ഡിതന്മാർ മിമ്പറുകളിൽ പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാനെ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ. ഇത്തരം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭീരുത്വത്തിന്റെയും നിർലജ്ജതയുടെയും വ്യക്തമായ രൂപങ്ങൾ. ആയുധമെടുത്ത് ഇസ്രായേലിനോട് പൊരുതാൻ വയ്യെങ്കിൽ വേണ്ട, അമേരിക്കയോട് പ്രതികരിക്കാൻ വയ്യെങ്കിൽ വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഫൈസൽ രാജാവ് ചെയ്ത പോലെ അവരുടെ കയ്യിലുള്ള എണ്ണ ഉപരോധമെങ്കിലും ഏർപ്പെടുത്താൻ വയ്യെന്നാണോ? ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമാന്യമായ മാനുഷികമായ ഒരു ദുരിതാശ്വാസമെങ്കിലും നടത്താൻ സാധ്യമല്ലെന്നാണ്. കാരണം ഒരേ ഒരു അതിർത്തി ഈ ഗസക്ക് ഈജിപ്തുമായിട്ട് മാത്രമേ ഉള്ളൂ, റഫായിലൂടെ. ഇത് ഈജിപ്ത് അടച്ചുപൂട്ടിരിക്കുക, അങ്ങോട്ട് കടക്കാൻ പാടില്ല. മരുന്നും പച്ചവെള്ളവും കൂടി കൊണ്ടുകൊടുക്കാൻ ആ റഫ അതിർത്തി തുറക്കാൻ പാടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. ശ്രീ മുബാറക്കിനെ നോക്കി പറഞ്ഞു, അതെങ്ങാണ്ട് തുറന്നു കൊടുത്താൽ അദ്ദേഹം പറച്ചു, തുറന്നു കൊടുത്തില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അപ്പോ നമ്മൾ ഇങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുറെ ഭരണാധികാരികളും ഇങ്ങനെ ഒരു അവസ്ഥയും ഒക്കെ ലോകത്തുണ്ടാവും. പക്ഷേ ഇതൊന്നും അവസാന വാക്കല്ല. ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിവുള്ള, മനസ്സാക്ഷിയുള്ള, അതിനൊക്കെ നിശ്ചയദാർഢ്യമുള്ള ഒരു ജന ലോകം മുഴുവൻ വളർന്നു വരുന്നു. അതിന്റെ ഉദാഹരണമാണ് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ അമേരിക്കയിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. ആർക്കെതിരായിട്ട്? ജോർജ് ഡബ്ല്യു ബുഷിനെതിരായിട്ട്. അയാൾ ഒരു നോമിനിയെ നിർത്തി മത്സരിച്ചു, മെക്കെയിനെ. അയാൾക്കെതിരായിട്ടാണ് വോട്ടുകൾ മുഴുവൻ വീണത്, ഒബാമയ്ക്ക് അനുകൂലമായി. ഒബാമ വലിയ രക്ഷകനാണെന്നോ മോചകനാണെന്നോ പറയല്ല. ഏതായാലും അമേരിക്കയിലാണ് അയാൾ ഉള്ളത്. അമേരിക്കയിൽ നിന്ന് കളിക്കാവുന്ന ഒരു പരിധിയുണ്ട്. സാനിസ്റ്റിയറുടെയും യഹൂദരുടെയും കയ്യിലാണ് അമേരിക്കയുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയും മാധ്യമ ശൃംഖലയും. അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം കളിക്കുകയില്ല. എന്തൊക്കെ പറഞ്ഞാലും ബുഷിനെതിരായിട്ട്, അയാളുടെ നയങ്ങൾക്കെതിരായിട്ട് അമേരിക്കയിലെ ജനത വിധിയെഴുതിക്കണം. ലോകത്തെങ്ങും ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധമായ, സാനിസ്റ്റ് വിരുദ്ധമായ റാലികളും പ്രതിഷേധപ്രകടനങ്ങളും നടക്കുക. നമ്മൾ മാത്രമല്ല ഇവിടെ ഒരുമിച്ച് കൊടുക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കും. അറബ് നാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചാനലിലൂടെയോ പത്രങ്ങളിലൂടെയോ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ മറ്റാർക്കും എതിരായിട്ടല്ല മുദ്രാവാക്യം മുഴക്കുന്നത്, സ്വന്തം ഭരണാധികാരികൾക്കെതിരായിട്ടാണ്. ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം ഭീരുത്വം കാണിക്കുന്ന സ്വന്തം ഭരണാധികാരികൾക്കെതിരായിട്ടാണ് അവിടുത്തെ ജനത ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇതൊക്കെ വെറുതെ സ്വപ്നം കാണുകയാണെന്ന് പറയും. അല്ല, ഞാൻ കാര്യം പറയാം നിങ്ങളോട്. ഇതിനേക്കാൾ ദുർബലമായ രാജ്യമാണ് ലബനാൻ. ആ ലബനാനിലെ
ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹസൻ മാലുള്ളയുടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു മിലീഷ്യ, അതിനെതിരായിട്ട് ഇസ്രായേൽ എന്തെല്ലാം തരത്തിൽ ആകാശത്തൂടെയും കരയിലൂടെയും ആക്രമണം നടത്തി രണ്ട് ഭടന്മാരെ വിട്ടുകൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്, ഇസ്രായേലിലെ 2 ഭടന്മാരെ ഇവർ വിട്ടുകൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ആക്രമണം നടത്തിയത്. അവസാനം മുട്ടുമടക്കി പോയതാര്? ഹിസ്ബുള്ളയാണോ ഇസ്രായേലാണോ? നമ്മൾ കണ്ടതല്ലേ സംഭവം. നിശ്ചയദാർഢ്യമുള്ള ഒരു ജനതയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ലോകതലത്തിൽ തന്നെ സാമ്രാജ്യത്തിനെതിരായിട്ട്, സയനിസത്തിനെതിരായിട്ട്, അതുപോലെയുള്ള എല്ലാ വംശീയ വരികൾക്കുമെതിരായിട്ട്, പ്രത്യേകിച്ചൊരു ശക്തി മാത്രമല്ല, ആ തരത്തിലുള്ള ഒരു ഭ്രാന്ത് ഇന്ത്യ രാജ്യത്തും വളർന്നു വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് യുദ്ധഭ്രാന്ത്, യുദ്ധവരി, എല്ലാറ്റിനും പരിഹാരം യുദ്ധജ്വരം. എവിടെയെങ്കിലും എന്തെങ്കിലും ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴേക്ക് അത് വേണമെന്നല്ല പറഞ്ഞു, തീർച്ചയായിട്ടും അത് തകർത്തേ മതിയാവും, അത് അവസാനിപ്പിച്ചേ മതിയാവും. പക്ഷേ അതിന്റെ വഴി യുദ്ധമാണോ? 3 or 4 തവണ പാകിസ്ഥാനുമായി ഇന്ത്യ ഏറ്റുമുട്ടി. എന്നിട്ട് എന്താ ഉണ്ടായത്? പ്രശ്നം പരിഹരിച്ചോ അല്ലെങ്കിൽ കൂടുതൽ മോശമായോ? അപ്പോൾ യുദ്ധം ഒന്നിന്റെയും പരിഹാരമല്ല എന്നുള്ളത് നമ്മുടെ സ്വന്തം അനുഭവമാണ്. അപ്പോൾ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കേണ്ട, നയതന്ത്രപരമായി പരിഹരിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ കുറിച്ച് മുറവിളി കൂട്ടുന്ന ആരാണ്? ഈ യുദ്ധവെറിയന്മാരെ. അവർ ആയുധ കച്ചവടത്തിന്റെ അടിമകളാണ്. 1,30,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് മുംബൈ സംഭവത്തിന് ശേഷം അതിനുവേണ്ടിയുള്ള കച്ചവടമാണ് അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടും നമ്മളെ സർക്കാരും നമ്മുടെ എവിടെ ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയതെന്ന് അടുത്ത ദിവസം റിപ്പോർട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്ക് അത്ര കോടി രൂപയില്ല. അപ്പൊ ഇത്രയും ആയുധങ്ങൾ വിൽക്കാൻ തന്നെയാണ് ഇതുപോലെയുള്ള ഭീകര സംഭവങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെയോ കഴിഞ്ഞിട്ട് മൂടി വെച്ചോ മുന്നോട്ട് പോവുക. അത് ഞാൻ പറയുന്നത്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ചൂഷണത്തിന്റെ, നാനാവിധ ചൂഷണത്തിന്റെ മാധ്യമങ്ങളും വഴികളും നമ്മൾ തിരിച്ചറിയണം. ശക്തമായി ശബ്ദമുയർത്തും. ജനാധിപത്യത്തിൽ ആരെയും ഭയക്കേണ്ടതായ കാര്യമില്ല. ലോകത്തുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും, അത് ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസൽമാനാണോ, വേറെ മനുഷ്യരാണോ, ഒരു വിശ്വാസമില്ലാത്തവനാണോ എന്ന് ചോദ്യമല്ല, മനുഷ്യരെ, ആ മനുഷ്യർക്കൊക്കെയും സമാധാനപരമായി ജീവിക്കാൻ കഴിയണം. എല്ലാവർക്കും ഭൂമിയും മേൽവിലാസവും വേണം. പലസ്തീൻകാർക്ക് മാത്രമാണ് അങ്ങനെ ഒന്നും ഇല്ലാത്തത്. ഭൂമിയില്ല, മേൽവിലാസമില്ല. അങ്ങനെ ഒരു ജനം ഉണ്ടാവാൻ പാടില്ല. അവർ ചെയ്ത തെറ്റിന്റെ പേരില്ല, മറ്റാരോ ചെയ്ത തെറ്റ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക, അത് തിരുത്തിയേ മതിയാവും. അതിന് അതിശക്തമായി നമ്മൾ ശബ്ദമുയർത്തിയേ മതിയാവും. ഈ രാജ്യത്തിന്റെ എല്ലാ തെരുവുകളിലും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം, സാമ്രാജ്യത്വ വിരുദ്ധമായ ശബ്ദം ഉയർന്നേ മതിയാവും. സാമ്രാജ്യത്തിന്റെ പിണയാളുകൾ ഈ രാജ്യത്തുമുണ്ട്, ശരിയാണ്. അവരവരുടേതായ ഗോഷ്ഠികൾ കാണിക്കും, അവരവരുടേതായ അപസ്വരങ്ങൾ പ്രകടിപ്പിക്കും. അതിനെതിരായിട്ട് ഉറച്ചു നിൽക്കാനും സമാധാനത്തിന്റെയും മാനവികതയുടെയുമായ ഒരു പുതിയ പ്രഭാതത്തിനു വേണ്ടി സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് മുമ്പോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അതിന് സഹായകമാവുന്നതാവട്ടെ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും ഇവിടെ സമാപിക്കുകയാണ്. ഈ റാലിയെയും സമ്മേളനത്തെയും ധന്യമാക്കി തീർത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.